ഇന്ന് നമുക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നലെയൊക്കെ കിട്ടി, ഇന്നലെ വരെയും കിട്ടി, അങ്ങനെ ഇല്ല പറയില്ല. ഇന്നലെ വരെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണം ഇല്ല. അപ്പൊ ഞങ്ങൾ എന്താ കാട്ടുക പറയും? ഇവിടെ നിന്നും മാറിയിട്ടില്ല, ഞങ്ങൾ മാറിയിട്ടേ ഇല്ല. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ക്യാമ്പിൽ പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരാണ്. അവിടെ പോയി നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? നമുക്ക് എന്താ പറയാ, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഒരു അരി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയാൽ മതി, വേറെ ഒരു സാധനം വേണ്ട. ഒരു വയറൊന്നും നിറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. എപ്പോ പണിക്ക് പോകാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല. പണി എപ്പോ കിട്ടും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ മക്കളെ പോറ്റണ്ടേ? ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ. ഇവരിങ്ങനെ തോന്നിയ പോലെ ചെയ്യാം. ഞാൻ പറഞ്ഞത് എന്താ പറയാ, നമുക്ക് ഞങ്ങൾ ആരും ക്യാമ്പിൽ ആരും പോയിട്ടില്ല. ഞങ്ങൾ ആരും ഇവിടെ ക്യാമ്പ് പോയിട്ടില്ല. ഞങ്ങളെ വീട്ടിൽ ഇല്ല 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 എത്തിക്കില്ല. ഇവിടെ എത്തിക്കേണ്ടത് ഇളവല്ലിക്കപ്പ എന്താ? ഇളവല്ലിക്കാർ ഇങ്ങോട്ട് വിടുന്നില്ല. അവിടെ ഉള്ളവർക്ക് മാത്രം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ എന്ത് കാട്ടു? ഞങ്ങളൊക്കെ മണ്ണുകാർ തിന്നാൻ പറ്റുമോ? ഇവരൊക്കെ ചിന്തിക്കണ്ടേ? വയനാട് ദുരന്തഭൂമിയിൽ തുടക്കം മുതൽ രക്ഷാപ്രവർത്തനത്തിൽ വന്നവർക്കും അവിടുത്തെ ആൾക്കാർക്കും ഒക്കെ ഭക്ഷണം നൽകിക്കൊണ്ടിരുന്ന ഒരു സംഘടനയുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു വൈക്കാട് എന്ന് പറഞ്ഞൊരു സംഘടന. ആ ഒരു ഓർഗനൈസേഷൻ അവിടെ വരുന്ന എല്ലാവർക്കും, പോലീസുകാരൊക്കെ ഉണ്ട്, പിന്നെ ദുരന്ത നിവാരണ സേന, പിന്നെ ആർമി ഉദ്യോഗസ്ഥര്, പിന്നെ നാട്ടുകാർ, മീഡിയക്കാർക്കായിട്ടോ എല്ലാവർക്കും അവര് അന്നം കൊടുക്കാറുണ്ടായിരുന്നു. 3 നേരം 4 നേരം ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന സംഘടന. ഒരു ദിവസം എത്രയോ ആളുകൾക്കാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത്. 10,000-കണക്കിന് ആളുകൾക്കാണ് അവർ ഭക്ഷണം വിളമ്പിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ സംഘടനയോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ഏമാമാര്. നാളെ മുതൽ അവിടെ ഭക്ഷണം കൊടുക്കണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഭക്ഷണം വിളമ്പി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കേരളത്തിന്റെ ഒരു പോക്ക് നോക്കണം നിങ്ങൾ. ഇവിടെ ഇപ്പൊ രാജഭരണം ആയതുകൊണ്ട് ഒരാൾക്ക് പോലും ആരെയും വിമർശിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ ഇവര് പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് മാറാൻ പറയുന്ന ഒരു കാരണം അവിടെ ഫുഡ് പോയിസൺ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം സ്വാഭാവികം. ഇത്ര നാള് ഭക്ഷണം കഴിച്ച ഒരാൾക്ക് പോലും അവിടെ ഫുഡ് പോയിസൺ അടിച്ചതായിട്ടൊരു റിപ്പോർട്ട് ഇതുവരെയായിട്ടൊരു മീഡിയ പോലും ഇന്നേ വരെയായിട്ട് കണ്ടിട്ടില്ല. ഇത്ര നാളായിട്ട് ഫുഡ് പോയിസനെ പറ്റിയിട്ട് ഒരു പേടി പോലും ഈ ഏമാന്മാർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പ്രശ്നം ഇവരുടെയൊക്കെ? ക്രെഡിറ്റ് പോയാലോ അല്ലെ? കഷ്ടം തന്നെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് പുച്ഛം തോന്നുകയാണ്. പുച്ഛം. ഭക്ഷണമായിട്ട് കൊടുക്കൂല, കൊടുക്കണവരെ അതിട്ട് ചെയ്യാൻ സമ്മതിക്കൂല. ഒരു ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണോ ഇവരൊക്കെ ഇതേപോലുള്ള പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? ഒരു നേരത്തെ ആഹാരം കൊടുത്ത് ക്രെഡിറ്റ് നേടേണ്ട ഒരു കാര്യമൊന്നും ഈ സംഘടനയ്ക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭക്ഷണ സാധനങ്ങളും ഇനി പാകം ചെയ്യാനുള്ള സാധനങ്ങളും ഒക്കെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അവിടെ ഇഷ്ടം പോലെ ഭക്ഷണ സാധനങ്ങളുണ്ട്. ഈ സംഘടന ചോദിക്കുകയാണ് ഇനി ഞങ്ങൾ ഇത് എന്ത് ചെയ്യും എന്നുള്ള കാര്യം. അവരുടെ അടുത്തേക്ക് കുറെ പേര് ഭക്ഷണം ചോദിച്ചിട്ട് വരുന്നുണ്ട്. അവരുടെ മുമ്പിലൊക്കെ ഇവര് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അവര് ഈ ഭക്ഷണം ചോദിച്ചു വരുന്നവരോടൊക്കെ പറയാണ്, ഞങ്ങളോട് ഇവിടെ മാറാൻ പറഞ്ഞിരിക്കുകയാണ്. ഫുഡ് പോയിസന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇവിടെ ഭക്ഷണം വിളമ്പാൻ ഇനി അനുവദിക്കില്ല. അനുവദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പി കഴിഞ്ഞാൽ അവരെയൊക്കെ ജയിലിൽ അടയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു നിവർത്തിയില്ല, ഞങ്ങൾക്ക് ഭക്ഷണം തരാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു കാരണമാണ് അവര് നാട്ടുകാരോടും എല്ലാവരോടും പറയുന്നത്. ഒരു നാടിന് മുഴുവൻ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംഘടനയെ അടിച്ചോടിച്ചിട്ട് ആ ക്രെഡിറ്റ് മുഴുവൻ നേടാനുള്ള ഓരോരോ പരിപാടികൾ തന്നെയാണ് ഇവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചെയ്യിപ്പിക്കുന്നവര് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അയ്യോ, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം എന്നെ പിടിച്ച് ജയിലിടാനായിട്ട്. സ്വേച്ഛാധിപത്യം ഇല്ലാതെ വായ അടച്ചിരുന്നോ നീയൊക്കെ? ബക്കറ്റുമായിട്ട് വരുമ്പോ അതില് പൈസ ഇടുക. അല്ലാണ്ട് ഇതിനെ പറ്റിയിട്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോ കാണാം.